പക്ഷത്തിന്റെ മുഖ്യ പാർട്ടിയുടെ യുവജന സംഘടന ഒരു നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ബംഗാളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബംഗാളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 2004 ഞാൻ ബംഗാളിൽ യാത്ര ചെയ്യുന്നത് ജ്യോതി ബസുവിന്റെ ഇന്റർവ്യൂ എടുക്കാനാണ്. അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. 2004 ഞാൻ അവിടെ സഞ്ചരിക്കുമ്പോൾ സ്റ്റേറ്റിന്റെ കയ്യിലല്ല ആ സംസ്ഥാനം, CPMന്റെ കയ്യിലാണ് ആ സംസ്ഥാനം. ഓരോ ഓർഗനും ഓരോ സേന പോലെയാണ് ബംഗാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. TMCക്ക് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല, കോൺഗ്രസിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഈ മമതാ ബാനർജി ഉണ്ടല്ലോ, അന്ന് ഡൽഹിയിൽ വന്ന് വലിയ പ്രതിഷേധ പരിപാടികളും ജാഥകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് അടക്കം ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 2007 ഞാൻ ഒരിക്കൽ കൂടി ബംഗാളിൽ പോയി. അത് നന്ദിഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ, അവിടെ കലാപം ഉണ്ടായ സമയത്ത്. അന്ന് എന്താ കണ്ടതെന്നറിയാവോ? ഈ സേന മുഴുവൻ CPMന് എതിരായി അണിനിരന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്. എന്താണോ CPM സെറ്റ് ചെയ്ത രീതി, അത് തന്നെയാണ് മമതാ ബാനർജി അവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസിഡന്റ് ഉണ്ട് അവിടെ ബംഗാളിൽ. ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 30% സ്ഥലങ്ങളിൽ CPMന് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല, അടിച്ചൊതുക്കുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ എല്ലാവരും കൂടി റിപ്പോർട്ട് ചെയ്താണല്ലോ, അവിടെയും മർദ്ദനം തന്നെയായിരുന്നു. ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ഉദാഹരണമുണ്ട്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണോ? ഇവിടെ DYFIക്ക് ക്രമസമാധാനത്തിന്റെ ചുമതലയിലായി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അരുണെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, യുവമോർച്ചക്കാരുടെ പ്രതിഷേധം. അവിടെ ആരെയും കണ്ടില്ലല്ലോ അടിക്കാൻ. അതെന്താ സംഭവിച്ചത്? ഞാനിവിടെ യുവമോർച്ചക്കാരെ DYFI നേരിട്ടിട്ടില്ല, അല്ലെങ്കിൽ നേരിടാൻ ഭയമുണ്ട് എന്നൊന്നും പറയുന്നില്ല. വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമൊന്നും കേരളത്തിൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള ശക്തി ഇല്ല എന്നുമുള്ള ഉറച്ച ബോധ്യമുണ്ട്. ഇന്ന് നമ്മൾ കണ്ടത് ലജ്ജാകരമായ കാര്യമാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആലപ്പുഴയിൽ ഈ അടിയുണ്ടായപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതേ ചർച്ചയിലാണ് പറഞ്ഞത്. ഇവിടെ ഈ പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്ന ആളിനെ അവിടെ ഇട്ട് തല്ലുന്ന പരിപാടി മാത്രമല്ല, അത് കഴിഞ്ഞ് ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളുടെ വീട്ടിലും കയറി തല്ലുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരു പുതിയ പരിപാടിയാണോ എന്ന് ഞാൻ അന്ന് ചോദിച്ചിരുന്നു. കാരണം അന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോബിന്റെ വീട്ടിൽ കയറിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ തള്ളി വീഴ്ത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇന്നലെ ഇപ്പോൾ ആറ്റിങ്ങിൽ അതല്ലേ സംഭവിച്ചത്? ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ കയറി അടിക്കുകയായിരുന്നല്ലോ ചെയ്തത്. അത് അവിടെ അവരുടെ പരാതിയുണ്ട്. 1 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ലെന്നാണ് അവരുടെ പരാതി. എന്റെ വസ്തുതയൊന്നും എനിക്കറിയില്ല, എന്തായാലും ആ പരാതി അവിടെയുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ വളരെ രസകരമായി വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ITI വിജയിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ SFIയും DYFI അവിടുത്തെ ഒരു പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. എന്നിട്ട് ആ നേതാവിനെ പിടിക്കാൻ ചെന്ന പോലീസിനെ അടിച്ചോടിച്ചു ഈ പറയുന്ന CPMന്റെ നേതാക്കള്. അപ്പൊ പോലീസിന് തിരിച്ചും കൊടുക്കുന്നുണ്ട്. അതായത് പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ കയറി ആക്രമിക്കുക, അതുപോലെ വീട് കയറി ആക്രമിക്കുക, സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരം ചെയ്യുന്നവരെ മുളവടി കൊണ്ട് തെരുവിൽ കൈകാര്യം ചെയ്യുക, അതിന് മഞ്ഞപ്പടയായി വരിക, വെള്ളപ്പടയായി വരിക. ഈ ദൃശ്യങ്ങളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ്. ഞാൻ ഇതിനെ ഭയപ്പെടുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് നിരക്കുന്നതല്ല. ഇത് രാഷ്ട്രീയ സമരങ്ങളെ രാഷ്ട്രീയ സമരങ്ങളായി തന്നെ കാണണം. ഒരു സർക്കാരിനെതിരായ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവർ കരിങ്കൊടി പ്രതിഷേധം നടത്തിക്കോട്ടെ, അവർ നിരാഹാരം നടത്തിക്കോട്ടെ, അവർ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കാർക്കും അത് തടയാനുള്ള ഉത്തരവാദിത്വമില്ല. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ആ എല്ലാവരുടെയും അവകാശത്തെ സംരക്ഷിക്കുമ്പോഴാണ് നിങ്ങൾ ഉത്തമമായൊരു പാർട്ടിയാകുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഷ്ടകാലം എന്ന് പറയട്ടെ, ഗതികേടെന്ന് പറയട്ടെ, കേരളം വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്.